നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് ബിജി എബ്രഹാം, ധനതത്വ ശാസ്ത്രത്തിലെ ഒരു അധ്യാപകനാണ്. അപ്പൊ നമ്മുടെ ഈ നിയമസഭയിൽ വെച്ച ഇങ്ങനെ ഒരു ധവളപത്രം ഇടയ്ക്ക് ജനങ്ങളെ അറിയിക്കേണ്ടതല്ലേ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന്? തീർച്ചയായിട്ടും ധവളപത്രം ഇറക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഇന്നലെ അദ്ദേഹത്തിന്റെ ധവളപത്രത്തിനകത്ത് 3 വിധത്തിലുള്ള ഒരു ഊന്നലുകളാണ് അദ്ദേഹം പ്രധാനമായിട്ടും നൽകിയിരുന്നത്. ഒന്ന്, കേരളം വലിയ കടക്കണിയിലാണ്. 2, നിങ്ങളുടെ നയമല്ല ഞങ്ങളുടെ നയം. മൂന്നാമതായിട്ട് അദ്ദേഹം കിഫ്ബിയുമായി ബന്ധപ്പെട്ട ചില എതിർപ്പുകളാണ് മുൻപോട്ട് വെച്ചത്. അതിനകത്ത് ഇപ്പം നമ്മുടെ വരുമാനത്തിന്റെ 78% മുതൽ 80% വരെ ശമ്പളത്തിനും അതേപോലെ തന്നെ പെൻഷനും, അതുകൂടാതെ ഈ ശമ്പളവും പെൻഷനും കൊടുക്കാതെ വന്നപ്പോൾ എടുത്ത കടത്തിന്റെ പലിശയ്ക്കുമായിട്ട് നമ്മൾ ചെലവാക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര ദയനീയമായ ഒരു കാര്യമില്ലേ? നമ്മളൊരു മലയാളിയും അത് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാക്കത്തില്ല. ഒരു സംസ്ഥാന ഭരണകൂടം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിമാരും കൂടെയുള്ള മന്ത്രിമാരും മാത്രമല്ല, ഒരു സംസ്ഥാനത്തിന്റെ കയ്യും കാലും കണ്ണും കാതുമാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ജീവനക്കാരെന്ന് പറയുന്നത്. സർക്കാർ ജീവനക്കാർ, സർക്കാരിന്റെ നയപരിപാടികൾ നടപ്പിലാക്കുന്ന പ്രവർത്തകരാണ് യഥാർത്ഥത്തിൽ സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നത്. അവർക്ക് നൽകുന്ന ശമ്പളവും പെൻഷൻ എന്ന് പറയുന്നത് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനത്തിന് നൽകുന്ന പണം തന്നെയാണ്. അപ്പൊ അതിനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനുമാണ് എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ ഒരു യുക്തിരാഹിത്യമുണ്ട്. ഞാനതിനെ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മൾ പെൻഷനോ ശമ്പളമോ കൊടുക്കുന്നത് അതിന് കടമെടുക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കാർ ഞെരുങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ ധൂർത്ത് കുറയ്ക്കേണ്ട സമയമായി എന്ന് തോന്നേണ്ടതാണ്. പല സമയങ്ങളിലും ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് ധൂർത്ത് ഭയങ്കരമായി ഉണ്ടായിരുന്നു എന്ന് വാദം എതിർവശത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഈ ധൂർത്ത് കുറച്ച് നമ്മുടെ വരുമാനം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരാണല്ലോ മലയാളികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനല്ലാതെ വരുമാനം എത്ര വന്നാലും നമ്മുടെ ധൂർത്തിനൊരു കുറവുമില്ലാതെ ജീവിക്കുന്നത് പോലെ സർക്കാർ പോയി എന്നൊരു പരാമർശം, ഒരു വിമർശനം ഉണ്ടായിരുന്നു. ആ വിമർശനത്തെ എങ്ങനെയാണ് നമ്മൾ തള്ളിക്കളയാൻ പറ്റുന്നത്? ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിൽ പറഞ്ഞ പദം ഫിനാൻഷ്യൽ സ്ട്രെസ് എന്നുള്ളൊരു പദമാണ്. മാധ്യമങ്ങൾ അതിനെ റിപ്പോർട്ട് ചെയ്തപ്പം ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ തന്നെയാണ് അടിസ്ഥാന പ്രശ്നം നടക്കുന്നത്. കെണിയിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ പുറത്ത് കടക്കാനാവാത്ത ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ കെണി എന്ന് പറയുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത്തരത്തിലൊരു കെണിയിലല്ല. അപ്പം അതിന് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ബജറ്റ് മാനേജ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു FRBM ആക്ട് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ആ ആക്ട് പ്രകാരം ഒരു സംസ്ഥാനത്തിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ 3% മാത്രമേ സംസ്ഥാനത്തിന് വായ്പ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രമേ സംസ്ഥാനത്തിന് വായ്പ എടുക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തേത്. ഇനി മറ്റൊരു സംഗതി കൂടെ പരിശോധിച്ചാൽ കേരളത്തിന്റെ GSDPയുടെ 34% കേരളത്തിന്റെ സഞ്ചിത കടം. 1957 ഏപ്രിൽ മാസം 4-ാം തീയതി കേരളം രൂപീകരിച്ച ആദ്യത്തെ ഗവൺമെന്റ് ഉണ്ടായതിന് അന്നു മുതൽ നാളെ ഇതുവരെയുള്ള കടത്തെയാണ് നമ്മൾ കേരളത്തിന്റെ സഞ്ചിത കടം, ടോട്ടൽ ഡെറ്റ് എന്ന് പറയുന്നത്. ആ ഡെറ്റ് എന്ന് പറയുന്നതാണ് 5 ലക്ഷം കോടി കടന്നതായിട്ട് കഴിഞ്ഞ ദിവസം ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായിരിക്കുന്ന VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ GSDPയുടെ 34% മാത്രമാണ് കേരളത്തിന്റെ സഞ്ചിത കടം. ഇന്ത്യ രാജ്യത്തിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കേരളത്തിൻ്റെത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ 3% താഴെയാണെന്ന് പറയുമ്പോൾ സെൻട്രലിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4.5% അതിലധികവും ഉണ്ടാവുകയും സഞ്ചിത കടം എന്ന് പറയുന്നത് 58 നിന്ന് 60% ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ കടക്കണിയിലായി? റിസർവ് ബാങ്കിൽ നിന്ന് നമ്മൾ വെയ്സ് ആൻഡ് മീൻസ്, അതുപോലെ അഡ്വാൻസും ഓവർ ഡ്രാഫ്റ്റും ഒക്കെ ആയിട്ട് നല്ലൊരു എമൗണ്ട് എടുത്തു മാറ്റിയിട്ടുണ്ട് എന്ന് ധവളപത്രം പറയുന്നുണ്ട്. വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എടുക്കാം എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ അത് വൻ പലിശയാണ്, ചട്ടത്തിന്റെ അകത്തുള്ളതാണ്. ഇപ്പം സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എടുക്കാം. ഒരു വർഷം തന്നെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഒരു വർഷം തന്നെ 200-ലധികം പ്രാവശ്യം വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എടുക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള താൽക്കാലിക അഡ്വാൻസ് ഏതൊരു സർക്കാരിനാണെങ്കിലും റിസർവ് ബാങ്കിന്റെ പക്കൽ നിന്ന് എടുക്കാനുള്ള ഒരു വ്യവസ്ഥാപിത നിയമമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും അത് പ്രയോജനപ്പെടുത്തുന്നതാണ്. ഒരു സംസ്ഥാനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാവാതിരിക്കാൻ എടുക്കുന്ന ഷോർട്ട് ടേം ലോണുകളാണ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് നിയമവിരുദ്ധമായിട്ട് യാതൊന്നും തന്നെ ഇല്ല. ഇപ്പൊ പൊതുമേഖലയെ പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ട് ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടുള്ള ഒരു നയമാണ് എല്ലാ കാലഘട്ടത്തിലും കേരളത്തിൽ UDF ആണെങ്കിലും കോൺഗ്രസ് ഗവൺമെന്റ് പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ LDFന്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ അവർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക, വീടില്ലാത്ത 5.5 ലക്ഷത്തോളം ആളുകൾക്ക് വീട് കൊണ്ടുവരുന്നതിന് വേണ്ടി ലൈഫ് അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കുക, ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനത്തെ ശാക്തീകരിക്കുക, അതേപോലെ പട്ടയമില്ലാത്ത, സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിലും പട്ടയമില്ലാത്ത ഭൂമിക്ക് പട്ടയം നൽകുക തുടങ്ങിയ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു നയപരിപാടിയാണ് LDF ഗവൺമെന്റ് മുൻപോട്ട് വയ്ക്കുന്നത്. അപ്പൊ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ലൈഫ് പദ്ധതി പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാക്കി പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അവരെ ഏൽപ്പിക്കുന്നു എന്നല്ലേ ഉള്ളൂ, അല്ലാതെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്നു എന്ന് അതിനകത്ത് സൂചനയുണ്ടോ? അത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം പക്ഷേ 21,000 കോടി രൂപയുടെ ബാധ്യത നമുക്ക് അവിടെ തന്നെ ഉണ്ട്. ലൈഫിനും
തന്നെയായിട്ട് തിരിച്ചടവ് ബാധ്യത 21,000 കോടി രൂപയുണ്ട് കിഫ്ബിക്ക് തന്നെ. അതെ, 21,000 കോടി രൂപ എന്ന് പറയുന്നത് കിഫ്ബിയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ കിഫ്ബി ആണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഇപ്പൊ കിഫ്ബിയുടെ ഒരു പശ്ചാത്തലം കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ വ്യക്തികൾക്കാണെങ്കിൽ വീട് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ 10, 20, 30 വർഷം ജോലി ചെയ്ത് പണം സമ്പാദിച്ച് വീട് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നമ്മളിപ്പോൾ സ്വീകരിക്കുന്ന മാർഗം ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിച്ചുകൊണ്ട് വായ്പ എടുത്തുകൊണ്ട് ആ 30 വർഷവും ആ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് ആ വായ്പ തിരിച്ചടയ്ക്കുന്ന ഒരു രീതിശാസ്ത്രമാണ്. ഏതാണ്ട് സമാനമായ ഒരു മെത്തഡോളജി തന്നെയാണ് കിഫ്ബിയിലും സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ പിന്നെ വരുന്ന സർക്കാരുകൾക്ക് അത് നടപ്പാക്കിയതിന്റെ ഗുണം കിട്ടത്തില്ലെങ്കിലും അതിന്റെ ലോൺ തിരിച്ചടയ്ക്കേണ്ട ആ ഒരു ദുസ്ഥിതി അവർ നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ ക്രെഡിറ്റ് ആർക്ക് പോയി വെച്ചാൽ ക്രെഡിറ്റ് ഇടതുപണിയിലേക്ക് പോയി അവരിത് കാര്യങ്ങളൊക്കെ ചെയ്തു, പാലങ്ങൾ ചെയ്തു, റോഡുകൾ ചെയ്തു, ഹൈവേക്കുള്ള സ്ഥലം എടുത്തു കൊടുത്തു, എല്ലാം ചെയ്തു. പക്ഷെ അതിന്റെ ഭാരം ഈ വരുന്ന സർക്കാരുകളും ചുമക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ടി വരില്ലേ? ക്രെഡിറ്റ് ആർക്ക് എന്നുള്ളതല്ല, ക്രെഡിറ്റ് നമ്മൾ നൽകുന്നത് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ കുറിച്ചിട്ട് മാത്രമല്ലല്ലോ ചിന്തിക്കേണ്ടത്. കേരളത്തിൽ വളർന്നു വരുന്ന പുതിയ തലമുറയും അവരുടെ തൊഴിലും അവരുടെ ഭാവിയെക്കുറിച്ചും നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ടത്. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഗവൺമെന്റിന് ഉള്ളത് കൊണ്ടാണ് വായ്പ എടുത്തിട്ടും കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പണം മുടക്കാൻ തയ്യാറായത്. ഇത്തരത്തിലുള്ള ഒരു അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടെങ്കിൽ മാത്രമേ സ്വകാര്യ നിക്ഷേപം നമ്മുടെ സംസ്ഥാനത്തേക്ക് വരികയുള്ളൂ. സ്വകാര്യ നിക്ഷേപകർക്ക് വരണമെങ്കിൽ അവർക്ക് വേഗം സഞ്ചരിക്കാൻ സാധിക്കണം, അവരുടെ ചരക്ക് പെട്ടെന്ന് തീരത്തേക്ക് എത്തണം, കപ്പൽ മാർഗം അവർക്ക് ചരക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം വേണം, എയർപോർട്ടുകളിലേക്ക് എത്തണം. കേരളത്തിലെ വ്യവസായ വികസനത്തിന് അടിസ്ഥാന സൗകര്യ വികസനം, വൈദ്യുതി ഇല്ലാതെ എങ്ങനെയാണ് കേരളത്തിൽ വ്യാവസായിക വികസനം ഉണ്ടാകുക? ജലസേചന സൗകര്യം ഇല്ലാതെ എങ്ങനെയാണ് വ്യാവസായിക വികസനം ഉണ്ടാകുക? അപ്പം ഇന്റർനെറ്റ് കണക്ടിവിറ്റി വളരെ പ്രധാനപ്പെട്ടതല്ലേ ആധുനിക കാലഘട്ടത്തിൽ. ഇപ്പോഴത്തെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാലഘട്ടത്തിൽ തടസ്സമില്ലാത്ത വൈദ്യുതിയും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും അതിന്റെ സ്പീഡും ഒക്കെ വളരെ പ്രധാനപ്പെട്ട. അപ്പൊ ഇത്തരം അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടെങ്കിൽ മാത്രമേ സംസ്ഥാനത്തിന് വലിയ പുരോഗതി വരാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സംസ്ഥാനത്തിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മാർഗം എന്ന നിലയിലാണ് മനസ്സിലാക്കിയത്. നമുക്ക് വീണ്ടും ധവളപത്രത്തിലേക്ക് തിരിച്ചു വരാം. സമർപ്പിച്ച അതിനകത്തുള്ള പെശകുകളായിട്ട് നമ്മളെ ഭീതിപ്പെടുത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനെ എങ്ങനെയാണ് അത് ഭീതിപ്പെടേണ്ടതില്ല എന്ന് നമ്മൾ ജനങ്ങളോട് പറയേണ്ടി വരുന്നത്? ഭീതിപ്പെടുത്തുകയല്ല, നമ്മളൊരു കടം എന്ന് പറയുന്നത് ഭയപ്പെടുത്തേണ്ടുന്ന ഒരു സംഗതിയല്ല, മറിച്ച് വളരെ പ്രൂഡന്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പോളിസി, ഒരു ഫിസ്ക്കൽ പോളിസിയുമാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടത്. കടപ്പേടി യഥാർത്ഥത്തിൽ ഒഴിവാക്കിക്കൊണ്ട് വളരെ ജുഡീഷ്യസ് ആയിട്ട് നമ്മുടെ പ്രയോറിറ്റികൾ നിശ്ചയിച്ചുകൊണ്ട് പണത്തെ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഒരു ജുഡീഷ്യലായിട്ടുള്ള ഒരു ധനകാര്യ വകുപ്പ് ചെയ്യേണ്ടത്. അവിടെ എനിക്ക് വേറൊരു വിമർശനമുള്ളത്, ഒരു ഭാഗത്ത് നമ്മൾ കടത്തെ വിമർശിക്കുമ്പോൾ തന്നെ ഇപ്പം ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന 3 ഗ്യാരണ്ടികൾ കേരളത്തെ കൂടുതൽ കടക്കണിയിലേക്ക് നയിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വെൽഫെയർ സ്കീംസ്, സൗജന്യ സ്ത്രീകൾക്ക് നൽകുന്ന സൗജന്യ യാത്ര, വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ വെച്ച് നൽകുന്നത്, കേരളത്തിലെ 80 ലക്ഷം ഹൗസ് ഹോൾഡുകൾക്ക് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന് ഏതാണ്ട് 20,000-25,000 കോടി രൂപയുടെ ബാധ്യത അത് മാത്രം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നമുക്ക് കൊടുക്കാൻ മാത്രം സാമ്പത്തിക സ്ഥിതി നമുക്ക് ഉണ്ടാകുമോ എന്ന് തീർച്ചയായിട്ടും ഈ നമുക്ക് വരാൻ പോകുന്ന ബാധ്യതകൾ എന്ന് പറയുമ്പോൾ KSRTCയിലെ സൗജന്യ യാത്ര, അതേപോലെ തന്നെ ഈ 25,000 രൂപ വെച്ചുള്ള ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ, അപ്പോൾ ഇതെല്ലാം ബാധ്യതകളായി വരും. ഇത് അടുത്ത സർക്കാരിനും ഇത് ഏൽക്കേണ്ടി വരും. അല്ലാതെ ഇത് അവരുടെ സർക്കാർ കഴിഞ്ഞു ഞങ്ങൾ ഇതാ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഒഴിയാൻ പറ്റത്തില്ല. ഇനിയുള്ള കാലങ്ങളോളം ഇത് കേരളം ചുമക്കേണ്ടിയും വരും. അപ്പം അതിനുള്ള വരുമാനം ഉണ്ടാകത്തില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനായിരുന്നു ഇത്തരം ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കാണിച്ചതെന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസ് ഉത്തരം പറയേണ്ടി വരും. അതല്ലേ സാറ് പറഞ്ഞു വെക്കുന്നത്? അതെ, ഈ പലപ്പോഴും അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വാരിക്കോരി സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു പതിവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്നുണ്ട്. അതെന്തായാലും ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ധനകാര്യ നയത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനം അവർ അർഹിക്കുന്ന തരത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ നൽകേണ്ടതുണ്ട്. ഇപ്പൊ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന അത്യാവശ്യമായ ഒരു കാര്യം. വീടില്ലാത്ത ആളുകൾക്ക് വീട് നൽകുകയും പട്ടയം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ 25 ലക്ഷം രൂപ വരുന്ന ഒരു വീടിന് സൗജന്യമായിട്ട് ഇൻഷുറൻസ് സംസ്ഥാനത്തിന്റെ ബാധ്യതയായി മാറേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനമാണ് ഇവിടെ തകർക്കപ്പെടുന്നത്. ഈ കേരളത്തിലെ 11.5 കോടി ജനങ്ങളാണ് ഒരു വർഷം കേരളത്തില് തെക്ക് മുതൽ വടക്ക് വരെയുള്ള ആരോഗ്യ സംവിധാനത്തെ ആശ്രയിക്കുന്നത്. അപ്പൊ ഇത്തരം ആളുകളെ പൂർണ്ണമായിട്ട് പൊതുജനാരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തേണ്ടതിന് പകരം അവർക്ക് ഈ ഇൻഷുറൻസ് പരിരക്ഷ നൽകി സ്വകാര്യ ആശുപത്രികളിലേക്ക് വിടുക എന്ന് പറയുന്നത് KKR പോലുള്ള ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള വലിയ ബഹുരാഷ്ട്ര കുത്തക റിയൽ എസ്റ്റേറ്റ്
കമ്പനികൾ കേരളത്തിൽ ഏതാണ്ട് 200-ൽ പരം ആശുപത്രികൾ വിലയ്ക്ക് മേടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പിൻവാതിൽ ഇടപാടാണോ എന്ന് പോലും ആളുകൾ സംശയിക്കും. ഇപ്പം നമ്മളിപ്പോൾ 78,000 കോടി രൂപയാണ് നമുക്ക് KSRTC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കടത്തിലായി കിടക്കുന്നത്. ഇതിനെയൊക്കെ എങ്ങനെ നൂർത്തിട്ടാണ് ഇവർ ആൾക്കാർക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ പറ്റുന്നത്? പൊതുഗതാഗത സംവിധാനം, വൈദ്യുതി, അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ വിതരണം, ഇത്തരം സംവിധാനങ്ങളൊക്കെ കേരളത്തിൽ വലിയ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളൊരു നയം ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് KSRTC ഉണ്ട്, വാട്ടർ അതോറിറ്റി ഉണ്ട്, KSSBL ഉണ്ട്, പെൻഷൻ കമ്പനി എന്ന് പറയുന്ന കമ്പനി. അതായത് അതിനകത്ത് ഒരിക്കലും ലാഭം കിട്ടത്തില്ല, അത് അതിന് വേണ്ടി തന്നെ ഉള്ളതാണ്. KSRTC ചില മേഖലകളിലേക്ക് അവർ വാഹനം അയക്കുന്നത് ഡീസലിന് മുടക്കിയ പൈസ പോലും കിട്ടത്തില്ല. മറിച്ച് ആ പ്രദേശത്തുള്ള ജനങ്ങളെ പൊതു ഇടങ്ങളിലേക്ക് ആക്സസ് ഉണ്ടാക്കി കൊടുക്കുന്നത് KSRTC നൽകുന്ന സേവനമാണ്. ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ എന്ന നിലയിലല്ല കണക്കാക്കുന്നത്. അപ്പൊ അത്തരം ഒരു സാധനമാണ് ചിലപ്പോൾ സൗജന്യമായിട്ട് നമ്മൾ വൈദ്യുതി നൽകുന്നുണ്ട്, കാർഷിക മേഖലയ്ക്ക് സൗജന്യമായിട്ട് വെള്ളം നൽകുന്നു. ഇതിനെയൊക്കെ നമ്മൾ ലാഭനഷ്ടത്തിന്റെ കണക്കിൽ വെച്ച് പരിശോധിക്കാനായിട്ട് നമുക്ക് പലപ്പോഴും സാധ്യമല്ല. ഉണ്ടാകുന്ന എല്ലാത്തിനെയും അടച്ചുപൂട്ടുക എന്നുള്ളതല്ല, ഒരു ലോസ് ആൻഡ് പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കെങ്കിലും എത്തിക്കാൻ വേണ്ട ഒരു നയമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. മെയ് 16 വരെ 2,000 കോടിയെ ഉണ്ടായിരുന്നുള്ളെന്ന് സതീശൻ പറയുന്നുണ്ട്. പോകുന്നത് 18-ാം തീയതിയാണ് ഇവർ അധികാരം വെക്കുന്നത്. 6,000 കോടിയോടെ വെച്ചിട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നു, ഒരു വീട്ടുകാരൻ 50,000 രൂപ എടുത്ത ഭാര്യയ്ക്ക് കൊടുക്കുന്നു, അത് കഴിയുമ്പോൾ പാലുകാരൻ വരുന്നു, പച്ചക്കറിക്കാരൻ വരുന്നു, ഇറച്ചിക്കാരൻ വരുന്നു, ഇവരെ കൊണ്ട് പിന്നെ കതക് തുറക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്കാണ്, അതേ അവസ്ഥയിലാണ് സർക്കാർ നിൽക്കുന്നതെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. അതേ ഭാഷയിൽ നമുക്ക് തിരിച്ചതിന് മറുപടി കൊടുക്കാൻ പറ്റുമോ? VD സതീശൻ ഒരു സംസ്ഥാനത്തിലെ ദൈനംദിന ചെലവുകളെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു ഏറ്റുപറച്ചിലാണോ അത്തരമൊരു പ്രസ്താവനയിൽ കൂടി ഉണ്ടായതെന്ന് ന്യായമായിട്ട് സംശയിക്കുന്നു. സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഓരോ ദിവസം എക്സ്പെൻഡിച്ചറുണ്ട്, ഓരോ ദിവസം ഇൻകം ഉണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ ഒരു പെരിനിയൽ ഫ്ലോ ഓഫ് റിവർ എന്ന് പറയുന്നത് ഒഴുകുന്ന ഒരു നദി പോലെയാണ്. ഇന്ന് കാണുന്ന നദിയല്ല 1 മിനിറ്റിന് ശേഷം നമ്മൾ കാണുന്ന നദി എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ കണക്കല്ല ഖജനാവിൻ്റെ, സ്റ്റേറ്റ് ട്രഷറിയുടെ ഇന്നത്തെ കണക്കല്ല ഒരാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന കണക്കെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് വരുമാനവും വരും, മറുഭാഗത്ത് ചെലവിനങ്ങൾ ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഗുരുതരമായ ആരോപണമുള്ളത് സിവിൽ സപ്ലൈസ് പോലുള്ള നിനക്ക് 3,000 കോടിയുടെ അടുത്ത് കടബാധ്യത ഇട്ടിരിക്കുന്നു എന്നാണ്. ഈ അത്രയും കടബാധ്യത ഇടുമ്പോൾ യഥേഷ്ടം സാധനം തന്നുകൊണ്ടിരിക്കുന്നവർ അവർ തരാതിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ സാധനങ്ങൾക്കൊക്കെ വില കൂടുകയും ഈ സിവിൽ സപ്ലൈസിനെ കൊണ്ട് ഉപകാരമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നൊരു രീതി ഉണ്ടായിട്ടുണ്ട്. 6,000 കോടി ഉണ്ടായിരുന്നെങ്കിൽ ഈ 3,000 കോടി കൊടുത്ത് അത് ഒഴിവാക്കാൻ എന്താണ്, മറ്റ് ബില്ലുകൾ എന്തുകൊണ്ടാണ് പാസ്സാക്കാതിരുന്നതെന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഒരു ധനകാര്യ മാനേജ്മെന്റിനെ കുറിച്ചിട്ട് വലിയ ധാരണയില്ലാത്ത ഒരു പൊതുജനത്തെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം പ്രസ്താവനകൾ സാധിക്കും. ഒരു സംസ്ഥാനത്തിൻ്റെ റവന്യൂ റെസീപ്റ്റിനെ പ്രധാനമായിട്ട് നമ്മൾ 4ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ, ഗ്രാൻസ് ഇൻ എയ്ഡ്, പിന്നെ സെൻട്രൽ ടാക്സ് ഷെയർ. അപ്പോൾ ഈ പറയുന്ന കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിൽ ലഭിക്കുന്ന നികുതിയുടെ വിഹിതമാണെങ്കിലും ഗ്രാൻസ് ഇൻ എയ്ഡിലും കഴിഞ്ഞ കാലങ്ങളിൽ എത്രമാത്രം വെട്ടിക്കുറയ്ക്കലാണ് ഈ സംസ്ഥാനത്തുണ്ടായത്. പല സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായി ഇപ്പം നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണെങ്കിൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ സിവിൽ സപ്ലൈസ് ആണെങ്കിലും, നാഷണൽ ഹെൽത്ത് മിഷൻ്റെ പണമാണെങ്കിലും, അധ്യാപകർക്ക് UGCയുടെ ഭാഗമായിട്ട് ലഭിക്കേണ്ടുന്ന പണമാണെങ്കിലും, സർവശിക്ഷാ അഭിയാൻ്റെ ഭാഗമായിട്ട് ലഭിക്കേണ്ട പണമാണെങ്കിലും വലിയൊരു പങ്ക് നമ്മൾക്ക് ലഭിക്കേണ്ടത് കേന്ദ്ര ഭരണകൂടത്തിൽ നിന്നാണ്. സാമ്പത്തിക ഉപരോധം കണക്കെയുള്ള സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടെയാണ് സംസ്ഥാന സർക്കാർ കടന്നു വരുന്നത്. ഇപ്പോൾ 10ാം ധനകാര്യ കമ്മീഷന് സംസ്ഥാനത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നത് 3.5% ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡ് ഈ 15ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോഴത്തേക്കും 1.8 അത് കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു വർഷം സംസ്ഥാനത്തിന് ഉണ്ടാകുന്ന നഷ്ടം ഏതാണ്ട് 20,000 കോടി രൂപയിലധികമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, 5 വർഷം കൊണ്ടാണ് 1,00,000 കോടി രൂപയിലധികമാണ് ഒരു സംസ്ഥാനത്തിന് ഉണ്ടാകുന്ന ഒരു കുറവെന്ന്. അപ്പം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നിർത്തലാക്കി. ഇപ്പം GST നടപ്പിലാക്കുന്നതിന് മുൻപ് നമുക്കുണ്ടായിരുന്ന വരുമാനം GST നടപ്പിലാക്കി 5 വർഷത്തിന് ശേഷവും ആ വരുമാനത്തിലേക്ക് മുൻപ് ഇപ്പം 100 രൂപ ഒരാൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏതാണ്ട് 14-14.5% നികുതിയായിട്ട് സംസ്ഥാനത്തേക്ക് തിരിച്ചു വരും. എന്നാൽ ഈ GST നടപ്പിലാക്കിയതിന് ശേഷം ഇപ്പോഴും നമ്മൾ 9% മാത്രമേ സംസ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നൽകി വന്നിരിക്കുന്നത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് 2022 ശേഷം നൽകുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനത്തെ ഈ വിധത്തിലാക്കുന്നതിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നയം ഒട്ടനവധിയുണ്ട്. അപ്പോൾ ഇതിനെതിരെ യാതൊരുവിധ പ്രതിഷേധവും കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലോക്സഭാ പ്രതിനിധികൾ ലോക്സഭയിൽ ഉണ്ടായിരിക്കുന്ന ചർച്ചകളിലോ പങ്കെടുത്തില്ല. കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കേണ്ടുന്ന പണത്തിൻ്റെ വിഹിതമൊന്നും ചോദിച്ചു വാങ്ങുകയോ ചെയ്യാതെ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. മറ്റൊരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത് 2015
16 കാലഘട്ടത്തിൽ നിന്നും കേരളത്തിൻ്റെ നികുതി വരുമാനവും നികുതിയേതര വരുമാനവും വലിയ അളവിൽ വർദ്ധിച്ചൊരു സംസ്ഥാനമാണ് കേരളം. ഈ പറയുന്ന വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്ന വളർച്ചയാണ് കേരളം ഇത്രമാത്രം പ്രതിസന്ധിയിൽ കൂടെ കേന്ദ്ര സർക്കാർ നൽകേണ്ടുന്ന പണത്തിന് കുറവുണ്ടായിട്ടും സംസ്ഥാനത്തിന് ട്രഷറി അടച്ചുപൂട്ടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതെ പോയത് കേരളത്തിൻ്റെ വളരെ വൈഭവമുള്ള ഒരു പ്രൂഡൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പോളിസി കൊണ്ട് മാത്രമാണ് സംസ്ഥാനത്തിന് മുൻപോട്ട് പോകാൻ സാധിച്ചത്. അപ്പോൾ ഈ ധവളപത്രത്തിൽ വിമർശനങ്ങളിൽ പകുതി നിങ്ങൾ കേന്ദ്രത്തിന് കൊടുക്കുകയാണോ? LDF അതിനുള്ള പ്രതിരോധത്തിന് തീർക്കാൻ വേണ്ടിയിട്ടൊരു ധവളപത്രം ഇറക്കുന്നുണ്ടല്ലോ. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പം നമ്മുടെ സംസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ചെലവിൻ്റെ 70% സംസ്ഥാനം തന്നെയാണ് അതിൻ്റെ പണം മുടക്കുന്നത്. എന്നാൽ സംസ്ഥാനത്തിൻ്റെ നികുതിയുടെ സിംഹഭാഗവും കൊണ്ടുപോകുന്നത് കേന്ദ്രമാണ്. അപ്പം തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളെ പരിഗണിക്കുകയും സംസ്ഥാനത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യത്തോട് ചേർന്നുള്ള ഒരു നയം കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്റ്റേറ്റിൻ്റെ ഈ ഫിസിക്കൽ സിറ്റുവേഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് നിരന്തരമായി നേരിടുന്ന അവഗണന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയുണ്ടായി. വല്ലാത്ത രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം പോകും. പോകും. പക്ഷേ അതിന് ഉത്തരവാദി അവരല്ല എന്നുള്ളതിനൊരു മുൻകൂർ ജാമ്യമായിട്ടാണ് എന്നാണ് സാർ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? ഈ പ്രതിപക്ഷത്തിരുന്ന് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പോലെയല്ല ധനമന്ത്രിയുടെ കസാരയിൽ ഇരുന്നുകൊണ്ട് കേരളത്തിൻ്റെ ധനകാര്യ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടി വരിക എന്നുള്ളത് അധികം താമസിക്കാതെ തന്നെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും കൂടായ മുഖ്യമന്ത്രിക്ക് ബോധ്യമാകും എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു ചർച്ചയുമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.